നമസ്കാരം. കരിങ്കുന്ന് സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ സോളാർ സ്റ്റൗവിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നിരവധി ആളുകളാണ് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം അത് അന്വേഷിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് വിട്ടത്. എൻ്റെ വാട്സപ്പൊക്കെ ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 300-400 മെസ്സേജാണ് അതിനകത്ത് വന്ന് കിടക്കുന്നത് വാട്സപ്പിനകത്ത് തന്നെ. അപ്പം ഒരുപാട് ആളുകൾക്കും എനിക്ക് മറുപടി കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം, ഇതെങ്ങനെ വർക്ക് ചെയ്യും. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും സാറിന് കോയിൽ വെച്ചിട്ടുള്ളതാണെങ്കിലും ഇതിലെല്ലാം ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുക, ഇത് എത്ര പാനൽ കൊടുത്താൽ വർക്ക് ചെയ്യും, ഏത് രീതി കൂടി ഇത് പ്രവർത്തിക്കും എന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. വെറുതെ വെച്ചാലും നന്നായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്, നല്ലപോലെ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ സോളാർ സ്റ്റൗ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ച ഒരു സ്റ്റൗ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തിളയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ഒരുപാട് ഫേക്ക് വീഡിയോ ഉണ്ട്, നല്ല സൂപ്പറായിട്ട് തെളിഞ്ഞാണ് സംഭവം നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പാനൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസില്ലാത്ത സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാമല്ലോ, ഒരു കുഴപ്പമില്ല നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇത് കണ്ടോ, ഇത് DC-യുടെ ഇത് കൊടുക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചാൽ. ഇത് കൊടുത്തിരിക്കുന്നത് ഇതേ കൂടെ ഇത് കണ്ടോ, ഒരു MCB ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു MCB അല്ലാതെ വേറെ ഒന്നും കൊടുത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ഫ്യൂസ് കൂടെ കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഫ്യൂസ് ഉണ്ട്, കണ്ടോ, ഇതുപോലൊരു ഫ്യൂസ്, ഇതും കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലൊരു MCB മാത്രം കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം അത്യാവശ്യത്തിന് വെയിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ അത്യാവശ്യത്ത് കുഴപ്പമില്ലാതെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, അതിൻ്റെ ആ കോയിൽ നിങ്ങൾക്ക് ആ വെയിലിൻ്റെ വെളിച്ചം കുറയുകയും കൂടുകയും ചെയ്യുന്നതനുസരിച്ച് ആ കോയിലിൻ്റെ പഴുപ്പ് കണ്ടോ, വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. അതിനടിയിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വന്നു. ഇത് ബാറ്ററിയെന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നല്ല സൂപ്പറായിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതുപോലെ ഡയറക്റ്റ് സോളാറിൽ നിന്ന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഡയറക്റ്റ് വേണം, ബാറ്ററി വേണ്ടെന്ന്. പക്ഷേ ഡയറക്റ്റ് കൊടുത്താലുള്ള കുഴപ്പം ഇതാണ്, നമുക്ക് ഈ വെയിൽ കുറയുകയും കൂടുകയും ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് കുറേശ്ശായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇതിനകത്തുള്ള പവർ കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ പാത്രത്തിന് കിട്ടുന്ന ചൂട് കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നടക്കാതെ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഈ യൂട്യൂബിനകത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഒരു പാനൽ വെച്ചാൽ മതി എന്നും പറഞ്ഞ് വീഡിയോകൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ പോയി സംഭവം ഒരു പാലും മേടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റൗ മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് കൃത്യമായിട്ടും കാണിച്ചു തരുന്നത്. ഇത് നടക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഏത് രീതി കൊടുക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഞാൻ പലരും ഈ ഒരു സംഭവം ഞാൻ ചിലപ്പോൾ ഇത് ഫേക്കാണ്, AC കറണ്ട് ആണെന്നൊക്കെ പറഞ്ഞത്. അതൊന്നുമല്ല, ഇതുണ്ട്, ഇത് DC-യുടെ ഒരു MCB ആണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് സോളാർ പാനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സോളാർ പാനൽ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ മേളിൽ ഇരിപ്പുണ്ട്, സോളാറിൽ നിന്ന് തന്നെ ഉള്ളതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ പാത്രം ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ടിത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സോളാറിൽ നിന്ന് വരുന്നതാണോ അല്ലയോ എന്നുള്ളത് ഇതിൽ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഒരു ബൾബ് എടുത്ത് ലോഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക്. ഇത് കണ്ടോ ബൾബ് തെളിയുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതേപക്ഷെ ഇതുണ്ട്, ഇതിൻ്റെ ഇങ്ങനെ തല കേട്ടോ, ഇത് നമുക്ക് തൊട്ട് ഷോക്ക് അടിക്കില്ല. ഇത് സോളാർ ആയതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കില്ല. അത് കണ്ടോ, ഇതുകൊണ്ട് കുത്തിയ തെളി ഉണ്ടോ, ആ ഹീറ്ററും തെളിയുന്നുണ്ട്, ഈ ബൾബും തെളിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഊരിയിട്ട് ഇത് തൊട്ടാൽ കണ്ടോ, ഇത് ഷോക്ക് അടിക്കത്തില്ല. ഇതിനകത്ത് ഞാൻ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇത് സോളാറല്ല എന്നതുകൊണ്ട് ഈ പോകുന്ന വയറെ കണ്ടോ, ഇത് സ്ക്രൂ ഡ്രൈവറായത്. ഇത് കണ്ടോ, സ്ക്രൂ ഡ്രൈവർ ഈ പോകുന്ന ലൈനെ കണ്ടോ, ഇത് എവിടെ തൊട്ടാലും കണ്ടോ ഷോക്കൊന്നുമില്ല. എന്നാൽ ഈ സംഭവം തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പോയി തൊട്ടാലും തോക്കടിക്കരുത് കണ്ടോ. സംഭവം ഇത് സോളാറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. ഇതിനകത്ത് ഉടായ്പ സംഭവം ഒന്നുമില്ല. പക്ഷേ ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ, ഓഫായി. ഓണാക്കി എന്നാൽ അതിലേക്ക് വരും. ഇതിൻ്റെ വോൾട്ടേജ് കൂടി ഞാൻ കാണിച്ചു തരാം. വോൾട്ടേജ് പലരും ചോദിക്കാറുണ്ട്, വോൾട്ടേജ് എത്ര വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം.
ഉണ്ട് 88 വോൾട്ട് 90 വോൾട്ട് ഏകദേശം അത്രയും വോൾട്ടേജാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഇപ്പോൾ 3 കിലോ വാട്ടൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ സംഭവം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു പാനലോ 2 പാനലോ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗം കിട്ടത്തില്ല. ഇത് ഒരു 5 പാനലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹീറ്റർ ഇതിപ്പോൾ ഞാൻ ഈ കോയിൽ മുറിച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ടല്ലാതെ നമ്മളിത് ഫുൾ കോയിൽ ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 പാനലും വെക്കുകയാണെങ്കിൽ സംഭവം നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ടാണെങ്കിൽ ഇത്തരം സ്റ്റൗവിനെ കഴിഞ്ഞും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ട് വേറെ സ്റ്റൗ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റൗവാണ്. ഈ സ്റ്റൗവ് ഇത്തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും. കാരണം അതിനകത്ത് കോയിൽ കട്ട് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല കോയിലോട്ട് കൂടുതൽ ചേർന്ന് പാത്രം വരുന്ന ടൈപ്പ് സ്റ്റൗ ആയതുകൊണ്ട് ഇതിൻ്റെ തന്നെ പിന്നെ പ്ലേറ്റ് ടൈപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചുറ്റിയിരിക്കുന്നല്ലാതുകൊണ്ട് വെറുതെ പ്ലേറ്റ് ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ മേടിച്ചാൽ നമുക്കിപ്പം 3 കിലോ വാട്ടൊക്കെ നിങ്ങൾ ചെയ്ത് വീട്ടിലിട്ടിരിക്കുകയാണെങ്കിൽ ആ 3 കിലോ വാട്ടിലേക്ക് നിങ്ങൾക്ക് ഈ ഇത് നേരിട്ട് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ 3 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ 5 പാനലാണെങ്കിൽ അത് നേരിട്ട് കണക്ട് ചെയ്യാം. ഇതുപോലുള്ള ഫ്യൂസും വെച്ച് ഇതുപോലെ MCB ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കും. കാരണം ഇപ്പോൾ ഈ KSEയുടെ പുതിയൊരു പ്രശ്നം കാരണം 80% കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പലരും 3 കിലോ വാട്ട് വെച്ച് പലരും എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഇത് ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ് ഈ സോളാർ പാനൽ ഇതുമായിട്ട് കണക്റ്റ് ആക്കിയിട്ടില്ല KSEB ആയിട്ട്. അപ്പം അത്രയും പൈസ മുടക്കി അവർ ഇടുകയും ചെയ്തു. കണക്റ്റ് ആക്കാനോ അതൊന്നും ഒരു പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റൗ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഗ്യാസിന് ഷോർട്ടേജുള്ള സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂടുതൽ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനു വേണ്ടി തന്നെ നിങ്ങൾ പാനൽ പോയി മേടിച്ചാൽ അതും നഷ്ടമാണ്. കാരണം 50,000 60,000 രൂപ മുടക്കി നിങ്ങൾ ഈ പാനലെല്ലാം കൂടെ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്രദമല്ലാതെ വരും. ശരിയല്ലേ? പിന്നെ ഇനി ഒരു കാര്യം ഞാൻ കാണിച്ചേക്കാം കേട്ടോ. ഇത് സോളാറേ നല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പം ഇത് ഞാനൊന്ന് ഊരിയിട്ടേ ഇതൊന്ന് ഷോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിലേക്ക് പോകുന്ന കണക്ഷൻ തന്നെയല്ലേ ഇത്? ഉണ്ടോ, സോളാറേ എന്നാണോ അല്ലയോ എന്നുള്ളത് കാണിച്ചത് ഉണ്ടോ? ആയിക്കോട്ടെ, ഉണ്ടോ ഇത് സോളാറിൽ തന്നെ വരുന്ന ഔട്ട്പുട്ട് തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് നമുക്കിങ്ങനെ ഉടായ്പ സംഭവം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ പാല് കൊണ്ടേ കാണിക്കാത്ത. ഇനിയും ഇതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഇതിനകത്തൊന്നും പറയാനായിട്ടില്ല. അതങ്ങ് കണക്ട് ചെയ്തേക്കാം. അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി ഫേക്ക് വീഡിയോ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ വാട്സപ്പ് നിറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മെസ്സേജുമായിട്ട് വാട്സപ്പ് നിറഞ്ഞിരിക്കുക. ആർക്കും ഇപ്പം ഉത്തരം കൊടുക്കാനായിട്ട് മറുപടി കൊടുക്കാനായിട്ട് പോലും നമുക്ക് സമയമില്ലാത്ത ഒരു സാഹചര്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ അതുകൂടെ നമുക്ക് വേണമെങ്കിലൊന്ന് നോക്കാം കണക്ട് ചെയ്ത് കേട്ടോ. ഇത് മാറിയിരിക്കട്ടെ. നമുക്കിതിലേക്ക് ഇത് ഊരിയിട്ട് വിട്ടിട്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ കൊടുത്ത് നോക്കാം. ഇത് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഇതിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ആൾക്കാർ പലരും ചോദിക്കാറുണ്ട്. ഈ AC അല്ലേ ഇൻഡക്ഷൻ കുക്കർ. ഇപ്പോൾ ഈ DC കറണ്ടിൽ ഇത് വർക്ക് ചെയ്യുമോ? ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, വർക്കാവുന്നുണ്ട്. ഡയറക്റ്റ് 2 പാനലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചായിട്ടിരിക്കുന്നത് നമ്മളതിൻ്റെ പവർ കുറച്ചായിട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് കൂട്ടി നോക്കാം നമുക്ക്. 800 1000 വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചില ഇൻഡക്ഷൻ കുക്കർ എടുക്കത്തില്ല കേട്ടോ. ഈ
വോൾട്ടേജ് കുറവ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഇതിനകത്തെ വോൾട്ടേജ് നമുക്ക് നോക്കാം. ഇത് ചൈനീസാണ്, അതുകൊണ്ട് ചൈനീസാണ് ഇതുപോലത്തെ ഉടായ്പ പരിപാടികൾക്ക് ഏറ്റവും ബെറ്റർ. കാണിച്ചു തരാം. 91 വോൾട്ടേ ഉള്ളത് കണ്ടോ, കാണാൻ പാടില്ലേ, കണ്ടോ 91 വോൾട്ടേ ഉള്ളൂ. അതിലാണ് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ 1000 കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. 2 പാനലേ ഉള്ളൂ. അത്യാവശ്യം വെയിലുള്ള സമയം ആയതുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഓഫായി പോകും. ഇത്തിരി സമയമെടുക്കും. 1100, 1200 അങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ ഫുൾ ലോഡല്ല, 1200 കിടക്കുന്നത്. നിങ്ങൾ ഈ 2500 വാട്ട്സിൻ്റെ ഒക്കെ ഇൻഡക്ഷൻ കുക്കർ മേടിച്ചിട്ട് അവത്തേൽ ഇങ്ങനെ ചെറിയ 2 പാനൽ വെച്ച് കൊടുക്കാൻ നോക്കിയാൽ ഒട്ടും എടുക്കാതെ വരും കേട്ടോ, അത് ഓഫായി പോകും. ഇതിപ്പം ഞാൻ ഇങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി തന്നെ വാട്ട് കുറഞ്ഞ ഒരു ഇൻഡക്ഷൻ കുക്കർ ഞാൻ മേടിച്ചത്. അതിലത്യാവശ്യം എടുക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് സമയം എടുക്കും. പക്ഷേ ചൂടാവും വെള്ളം. നമുക്കായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം. കണ്ടോ, ഇൻഡക്ഷൻ കുക്കറിലും ഇത് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത് നല്ല വെയിലുള്ള സമയത്ത് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ മേടിക്കുവാണെങ്കിൽ ഈ കോയിലിനെ കഴിഞ്ഞും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വേറെ മുറിക്കാനോ പിടിക്കാനോ അങ്ങനെയുള്ള സംഭവത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. കോയിൽ സെറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. വെറുതെ വെച്ചാലും നന്നായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്, നല്ലപോലെ കിട്ടും. പക്ഷേ വെയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നം വരും. ചില ഇൻഡക്ഷൻ കുക്കറുകൾക്ക് പെട്ടെന്ന് വെയിൽ കുറഞ്ഞാൽ അത് ചെറിയ വോൾട്ടേജിൽ അത് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇതിപ്പോൾ 100 വോൾട്ട് ഉണ്ടെങ്കിൽ പോലും ഈ കുക്കർ എടുക്കും. ഞാൻ ഇതിന് വേണ്ടി തന്നെ പവർ കുറഞ്ഞ് നോക്കിയ ഒരു കുക്കർ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഒരു കുക്കറായത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിങ്ങനെയുള്ള ആവശ്യം വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കുക്കറുകളും ഇതുപോലെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം എടുത്തില്ല, നിങ്ങൾ എന്നോട് ഒരു കുക്കർ മേടിച്ചിട്ട് അത് വെച്ചിട്ട് എടുത്തില്ല എന്നൊന്നും പറയരുത്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് 2 പാനൽ 600 വാട്ടിൻ്റെ 2 പാനലുകൾ വെച്ചിട്ട് അതിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുവാണ് മറ്റേ കോയിൽ ഉപയോഗിക്കുന്നതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അലുമിനിയം പാത്രം, ചട്ടി, പാത്രങ്ങളെല്ലാം വെക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോയിലുള്ള ടൈപ്പ് മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഇതേപോലത്തെ കുറഞ്ഞ ടൈപ്പ്, ഒത്തിരി വില കൂടിയ ടൈപ്പുകളൊക്കെ പലതിനും പ്രൊട്ടക്ഷൻ നന്നായിട്ടുണ്ടാവും. അതൊന്നും ചിലപ്പം വർക്ക് ചെയ്യുന്ന വരത്തില്ല. അപ്പോൾ ഏത് മോഡലാണ് വർക്ക് ചെയ്യുന്നില്ല എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ കമ്പനികളും ഓരോ രീതിയിലാണ് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഇത് 2 പാനലിൽ ഈ ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ കണ്ടല്ലോ, ഇത് നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ടൈം എടുക്കും. സാധാരണ നമ്മൾ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ ഈ 2 പാനൽ നിങ്ങൾ 3 പാനലാക്കുക, 4 പാനലാക്കുക, 5 പാനൽ വരെ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല വെയിൽ കുറഞ്ഞു പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കൂടുതൽ പാനൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതുകൊണ്ട് ഇത് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 2 പാനൽ ഉപയോഗിച്ച് ഞാനത് ടെസ്റ്റ് ചെയ്താണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. അതായത് 600 വാട്ടിൻ്റെ ഈ ഇരിക്കുന്ന 600 വാട്ട് പാനലാണ്. ഇതുപോലത്തെ ടോപ്കോണിൻ്റെ 2 പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. പക്ഷേ നിങ്ങൾ ഈ 600 വാട്ട് പാനൽ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന നല്ല വെയിലുള്ള സമയത്താണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 12 മണി ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമുണ്ട്, നല്ല വെയിലുണ്ട്, മേഘമൊന്നുമില്ല. പക്ഷേ അത് കുറഞ്ഞു പോയി കഴിയുമ്പോൾ നമുക്കിപ്പം സാധാരണ കോയിലാണെങ്കിൽ, ആ ഹീറ്റർ കോയിലാണെങ്കിൽ അത് ഒരല്പം മങ്ങിപ്പോവുള്ളൂ. പക്ഷേ ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ ചിലപ്പോൾ നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഈ കാണിച്ചത് ഇതിനു വേണ്ടി തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ചെറിയൊരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് 1200 വാട്ട്സിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കുക്കറായതുകൊണ്ടും അങ്ങനെയാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റ് ചില കുക്കറുകൾ ഇത് വോൾട്ടേജ് കുറവാണ്. ഇപ്പം ഇത് 100 വോൾട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. പക്ഷേ 100 വോൾട്ടൊന്നും കൊടുത്താൽ എല്ലാ കുക്കറും എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കുക്കർ ഇതിന് ചെറിയ വിലയുള്ളൂ. 2500 രൂപ അങ്ങനെ ഒരു ചെറിയ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചൊരു കുക്കറായത്. പോയാലും പ്രശ്നമില്ലല്ലോ, ഇത്രയല്ലേ വില വരുന്നുള്ളൂ എന്ന് ഓർത്ത് ഞാൻ മേടിച്ചത്. പക്ഷേ 4000, 5000, 6000 കൊടുത്ത് മേടിക്കുന്ന പല കുക്കറിലും ഇങ്ങനെ 2 പാനലൊന്നും കൊടുത്ത് ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗുണം എന്ന് വെച്ചാൽ മറ്റേതാകുമ്പോൾ നമ്മൾ ഈ 100 വോൾട്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോയിൽ കട്ട് ചെയ്തിടേണ്ടി വരും. പക്ഷേ ഇതാകുമ്പം നിങ്ങൾക്ക് കട്ട് ചെയ്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് AC കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ, അതായത് അതിൻ്റെ AC കൊടുക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ആ കേബിളെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ സോളാർ എന്നുള്ള DC കൊടുത്തുകൊണ്ട് നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിനകത്തൊരു ഉറപ്പായിട്ട് നിങ്ങളിങ്ങനെ ഒരു MCB ഉപയോഗിച്ച്
അതായത് DC-യുടെ തന്നെ മേടിക്കണം. AC MCB ഉപയോഗിക്കരുത് ഒരു കാരണവശാലും. DC MCB ഇതുപോലെയുള്ള ഒരെണ്ണം കൊടുത്തിട്ട് ഇതിലായിരിക്കണം നിങ്ങൾ സ്വിച്ച് ഓൺ ഓഫ് ആക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്വിച്ചുകളുണ്ടല്ലോ, AC-യിലൊക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ സ്വിച്ചുകൾ, AC സ്വിച്ചുകളൊന്നും യൂസ് ചെയ്യരുത്. ഡയറക്റ്റായിട്ട് ഇൻഡക്ഷൻ കുക്കറിലോട്ട് ഇതേപോലെയുള്ള ഒരെണ്ണം കണക്ട് ചെയ്ത് ഇതേന്ന് മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതുപോലുള്ള ഒരു ഫ്യൂസ് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആ ഫ്യൂസും പിന്നെ ഇതേപോലെയുള്ള ഒരു MCBയും മാത്രം നിങ്ങൾ കൊടുത്ത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ മതി. വേറെ സാധാരണ AC സ്വിച്ചുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാകാനും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ സാധ്യത കൂടും. പിന്നെ ഇത് എത്ര പാനലുകൾ നിങ്ങൾ കൊടുത്ത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനിത് 2 എണ്ണത്തിൽ ഇൻഡക്ഷൻ കുക്കറും കോയിലും ഒക്കെ ഞാൻ കൊടുത്ത് കാണിച്ചു. ഇത് കറക്റ്റ് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം അങ്ങ് വർക്ക് ചെയ്യും. എത്ര ഇത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നമ്മളിത് 2 എന്നുള്ളത് 3 ആക്കുവാണെങ്കിൽ ഇതിനേക്കഞ്ഞും കുറച്ചുകൂടെ 150 വോൾട്ട് ആവും, കുറച്ചുകൂടി എഫിഷ്യൻസി കൂടും, കൂടുതൽ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും, വെയിൽ കുറഞ്ഞാലും വർക്ക് ചെയ്യും. 4 പാനൽ 5 പാനൽ വരെ നമുക്ക് കൊടുക്കാം. പിന്നെ കുറേ പേരെന്നെ വിളിച്ചിരുന്നു ഈ 3 കിലോവാട്ട് അവരുടെ വീട്ടിൽ ചെയ്തിട്ട് KSEBയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ലെന്ന്. കാരണം എന്ന് വെച്ചാൽ അതിന് ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റി തീർന്നു പോയതുകൊണ്ട് ട്രാൻസ്ഫോർമറൊക്കെ മാറി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ ഫിറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിയുകയും ചെയ്തു. 3 കിലോവാട്ട് വെറുതെ ഇരിക്കുന്ന ആളുകൾ കുറേയുണ്ട്. അവർക്കിത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അവർക്ക് ഈസി ആയിട്ട് അവർക്ക് ഇൻഡക്ഷൻ കുക്കറോ മറ്റേ കോയിലോ ഏത് വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ അലുമിനിയം പാത്രങ്ങളും മറ്റ് ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും സുഖം അതായിരിക്കും. നമുക്ക് 1-2 ഇൻഡക്ഷൻ കുക്കർ കൊടുത്താലും നിങ്ങൾക്ക് 3 കിലോവാട്ടൊക്കെ ഉണ്ടെങ്കിൽ വെയിലുള്ള സമയത്ത്, പകൽ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഹോട്ടലുകൾക്കൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് അതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് നടത്താനായിട്ട് പറ്റും. 3 കിലോവാട്ടിൻ്റെ അത് 5 പാനൽ നിങ്ങൾക്ക് ഇരിപ്പുണ്ടെങ്കിൽ. പക്ഷേ ഇതിനുവേണ്ടി തന്നെ ഞാൻ 5 പാനലുകൾ നിങ്ങൾ മേടിച്ച് ഇതുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് പകൽ സമയം മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഓഫ് ഗ്രിഡ് ആയിട്ടൊരു സിസ്റ്റമായിട്ട് തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും. രാത്രിയിലും എല്ലാ സമയത്തും ഫുള്ള് നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ, അതാണ് ഞാൻ മെയിനായിട്ടും പറഞ്ഞത്, നിലവിലുള്ളവർക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്നും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പിന്നെ അതല്ല പൈസ മുടക്കിയാലും കുഴപ്പമില്ല, പകൽ മാത്രം മതി, ഞങ്ങളിത് മേടിക്കും എന്ന് നിർബന്ധമുള്ളവർക്ക് മേടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഈ പാനൽ മേടിച്ചാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഭാവിയിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ കൂടെ അതിനൊരു ഓഫ് ഗ്രിഡ് ആക്കാനോ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഇപ്പം ഗ്യാസ് ഇപ്പോൾ 45 ദിവസം കഴിയണം ഇപ്പോൾ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് കിട്ടണമെങ്കിൽ. അപ്പോൾ എന്നെ പലരും വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഗ്യാസ് തീർന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗ്യാസ് കുറച്ചുണ്ട്, ഒരു കാക്കുറ്റി അരക്കുറ്റിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതവർ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം കുറച്ചായിട്ട് ഉപയോഗിച്ച് പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റു കാര്യങ്ങൾക്ക് ഇപ്പം വെള്ളം തിളപ്പിക്കാനും ചായ ഇടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സോളാറേന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി കിട്ടുവാണെങ്കിൽ ഉപയോഗമാണല്ലോ എന്ന് കരുതിയാണ് അവരിങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നോക്കുന്നത്. പിന്നെ കറണ്ട് കുത്തി അവർ ഇത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് താരിഫ് കൂടിപ്പോകുമോ, അതിന് ശേഷം ഒരുപാട് KSEB കറണ്ട് ബില്ല് കൂടുതലടിച്ച് പിന്നെ ഇത് കറണ്ട് ചാർജ് കുറയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. കാരണം KSEB എന്തെങ്കിലും ഒരു ആൾ കുറച്ച് കറണ്ട് ജസ്റ്റ് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ് ഇതിനകത്ത് ഫിക്സഡ് ചാർജ് കൂട്ടാനും അതുപോലെ തന്നെ താരിഫ് കൂട്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു വലിയൊരു ആശങ്കയുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിനകത്ത് ഒരു ഇളവ് ആളുകൾക്ക് ഈ സമയത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ വന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാതുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.